ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വളരെ അനുഗ്രഹീതമായ രാത്രികൾക്ക് നമ്മൾ സാക്ഷികളാവുകയാണ്. ജീവിതത്തിൽ ഏറ്റവും വിനയവും അള്ളാഹുവോടുള്ള അടുപ്പവും പാപമോചനങ്ങളും പശ്ചാത്താപങ്ങളിലൂടെയും ഹൃദയശുദ്ധി വരുത്തുന്ന ഒരു സന്ദർഭമാണ് യഥാർത്ഥത്തിൽ റമദാനിൻ്റെ ഓരോ ദിവസവും. നമ്മുടെ കലിമത്തു ഷഹാദ അതേ രൂപത്തിൽ ഖുർആനിൽ വന്ന ഒരു ആയത്ത് മാത്രമേ ഉള്ളൂ. അത് സൂറത്ത് മുഹമ്മദാണ്. അതിൽ 19-ാമത്തെ ആയത്ത് പ്രതിപാദിക്കുന്നത് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ലാ ഇലാഹ ഇല്ലാഹു, ലാ ഇലാഹ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വല്ലാഹു യഅലമു മുത്തഖല്ലബക്കും വമസ്വാക്കും. ആ സൂറയിലെല്ലാം ആയത്തുകൾ അവസാനിക്കുന്നത് ഒരു പ്രത്യേക ശൈലിയിലാണ്. മറ്റെല്ലാ ആയത്തുകളുടെയും രീതിയല്ല ഈ സൂറയിലെ എല്ലാ വചനങ്ങളും അവസാനിപ്പിക്കുന്നത്. നീ ബോധ്യപ്പെടുക, അള്ളാഹു മാത്രമാണ് ഇലാഹായിട്ടുള്ളത്. ആ കാര്യത്തിലാണ് യഥാർത്ഥത്തിൽ വിശ്വാസ വ്യതിയാനം സംഭവിക്കുക. ഇലാഹ് ആരാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ. അപ്പോൾ ഒരുപാട് ഇലാഹുകളെ സ്ഥാപിക്കുന്നതും സ്വീകരിക്കുന്നതും ആശ്രയിക്കുന്നതും ഓരോ മനുഷ്യർക്കും അവരുടെ പ്രയാസവും പ്രശ്നങ്ങളും കൂടുതലായതുകൊണ്ടാണ്. എല്ലാം കൂടി ഒരാളെങ്ങനെ നോക്കും എന്ന ഇതിലാണുള്ളത്. പക്ഷേ ഇസ്ലാമിൻ്റെ ഉദയം, ഒന്നാമത്തെ നബി തന്നെ ലോകത്ത് ജനങ്ങളെ പഠിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. അള്ളാഹു അല്ലാതെ വേറെ ഇലാഹില്ല. ഇലാഹിന് മുഴുവൻ മുഫസ്സിറുകളും ഹദീദ് പണ്ഡിതരും പറഞ്ഞ ഒരർത്ഥമുണ്ട്. ലാ മഅബൂദ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അവകാശപ്പെട്ടവനില്ല. അപ്പോൾ പിന്നെ അടുത്ത ചോദ്യം, എന്താണ് ഇബാദത്ത്? അള്ളാഹുവിന് മാത്രമുള്ള ഇബാദത്ത് എന്താണ്? അവിടെയാണ് പിന്നീട് തർക്കവിതർക്കങ്ങളൊക്കെ കേരളത്തിൽ പ്രത്യേകിച്ചുണ്ടായത്. ഏറെ വിനയത്തോടും അങ്ങേയറ്റത്തെ താഴ്മയോടും കൂടി ഉപകാരമോ ഉപദ്രവമോ തേടുന്ന ഏതൊരു കേന്ദ്രവും ഇലാഹാണ്. അപ്പോൾ അള്ളാഹു മാത്രമേ ഇലാഹുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ രണ്ടും അള്ളാഹുവിൽ നിന്ന് മാത്രമേ ഉള്ളൂ എന്നാണ്. അപ്പോൾ അതല്ല ഇന്ന് നമ്മുടെ വിഷയം. ഞാനത് സാന്ദർഭികമായി അത്രയും പറഞ്ഞു എന്നേ ഉള്ളൂ. ഫസ്തഗ്ഫിർ ലിദംബിക, നബിയോടുള്ള നേർക്ക് നേരെയുള്ള കൽപ്പനയാണ്. നീ നിൻ്റെ പാപങ്ങളിൽ നിന്ന് അള്ളാഹുവോട് മാപ്പ് ചോദിക്കണം, ഇസ്തിഗ്ഫാർ ചെയ്യണം. ജീവിതത്തിൽ അംബിയാ മുർസലുകളിൽ ആർക്കും പാപങ്ങൾ സംഭവിക്കാറില്ല. വിശിഷ്യ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രത്യേകിച്ചു. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന ലിയഗ്ഫിറ ലക്കല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. സൂറത്തുൽ ഫതഹിൻ്റെ തുടക്കം, നിനക്ക് അതിപ്രശസ്ത വിജയം ലഭിച്ചു, നിൻ്റെ എല്ലാ മുൻകഴിഞ്ഞതും അതിനു മുൻപുള്ളതും ശേഷമുള്ളതുമായ എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിളംബരം ചെയ്തു. മുഫസ്സിറുകളൊക്കെ അംബിയാ മുർസലീങ്ങളുടെ ജീവിതത്തിൽ മനുഷ്യർ മനസ്സിലാക്കുന്ന ക്രമത്തിലുള്ള ഒരു പാപവും സംഭവിക്കാറില്ല, ഒരു തെറ്റുകുറ്റങ്ങളും വരാറില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ കൽപ്പനകളുടെ ഉദ്ദേശം അവരിലൂടെ തങ്ങളുടെ ഉമ്മത്തുകളെ വിഷയത്തിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി എത്രയേ. ഏതാണ്ട് ഇമാം തബരിയും റാസിയും ഇബ്നു കസീറൊക്കെ പറഞ്ഞ വാക്കുകൾ അങ്ങനെയാണ്. അപ്പോൾ നീ നിൻ്റെ റബ്ബിനോട് പാപമോചനം തേടണം. പാപമോചന ചിന്ത, പശ്ചാത്താപ മനസ്സ്, ഇത് രണ്ടും മനുഷ്യരിലില്ലാതെ തങ്ങൾ ചെയ്തു വരുന്ന ജീവിത വൃത്തികളും പെരുമാറ്റങ്ങളും സ്വഭാവങ്ങളും നടപടിക്രമങ്ങളും തെറ്റായ വഴിയിലുള്ളത് അങ്ങനെ തന്നെ നിലനിർത്തി പോകുമ്പോഴാണ് പല നന്മകളും തടയപ്പെടുന്നത്. പിന്നെ ജീവിതത്തിൽ തുടർച്ചയായ പല അനർത്ഥതകളും ഉണ്ടാവും.
അപ്പോൾ നമ്മൾ തന്നെ ചിലപ്പോൾ വിലപിക്കും, ഞാൻ ഇതിനും മാത്രം എന്ത് പാപം ചെയ്തിട്ടാണ് ഇങ്ങനെ എന്നോട്. അതൊക്കെ നിങ്ങൾ കൂടെ ബാക്കിയുള്ളതൊക്കെ ചിന്തിച്ച് നോക്കുക. പക്ഷേ ഇസ്തിഗ്ഫാർ കൊണ്ട് മാത്രമേ അത്തരം പരീക്ഷണങ്ങളെ അതിജയിക്കാൻ കഴിയൂ. 2 പ്രമുഖ നബിമാർ പറഞ്ഞ 2 വാക്കുകളുണ്ട്. അതിലൊന്ന് നൂഹ് അലൈഹിസ്സലാമാണ്, മറ്റൊന്ന് ഹൂദ് നബിയാണ്. ഇവർ 2 പേരും ജനങ്ങളോട് പറഞ്ഞത്, അനുഗ്രഹം തടയപ്പെടാതിരിക്കണോ ഭൂതലത്തിൽ? നിങ്ങൾ കൃഷി ചെയ്യുന്നവരാകാം, കച്ചവടം ചെയ്യുന്നവരാകാം, തൊഴിലെടുത്ത് ജീവിക്കുന്നവരാകാം, നിങ്ങൾക്കൊക്കെ അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കണം. അത് ഈ ഭൗതിക തലത്തിൽ മാത്രമല്ല, ഒരുപാട് അർത്ഥങ്ങളുള്ളൊരു വാക്കാണത്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയൂ. മഴ ലഭിച്ചാലേ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവും. ഇപ്പോൾ മഴയില്ലാത്തതിൻ്റെ നമുക്കറിയാം. അപ്പോൾ മഴയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നാസിലയുടെ കുനൂത്തിൽ നമ്മളത് നിർവഹിക്കും, നോമ്പൊരു 15 ആയതിനു ശേഷം. ഇപ്പോൾ എല്ലാ ദുആയിലും അത് ഉൾപ്പെടുത്താവുന്നതാണ്. അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസൻ, അങ്ങനെ വളരെ സഹൻ ഗദക്കൻ, അങ്ങനെ കുറേ വാക്കുകളാണ് പ്രാർത്ഥനയിലുള്ളത്. അപ്പോൾ അതല്ല നമ്മുടെ കാര്യം. 2 നബിമാരും പറഞ്ഞത് അനുഗ്രഹം തടയപ്പെടുന്നത് പാപമോചന, കുറ്റബോധ മനസ്സില്ലാത്ത മനുഷ്യർ തിന്മകളിൽ അതേ പടിയിൽ തന്നെ മുന്നോട്ട് ജീവിക്കുമ്പോഴാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ തടയപ്പെടുന്നു, അനുഗ്രഹം തടയപ്പെടുന്നു, അഭിവൃദ്ധി തടയപ്പെടുന്നു, പരീക്ഷണ വിധേയമാകുന്നു. അതുകൊണ്ട് ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ. മഴ ലഭിക്കും, മക്കളും സമ്പത്തും നിങ്ങൾക്ക് ഐശ്വര്യമാവും എന്ന് പറഞ്ഞാൽ അനുഭവിക്കാൻ യോഗം ഉണ്ടാവുന്നത്. ഒറ്റ വാക്കിലാണ് പറഞ്ഞ് നിർത്തുകയാണത്. വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ, അതാണ് 2 നബിമാരും ജനങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഇവിടെ അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു. സൂറത്തുൻ നിസായിൽ വലൗ അന്നഹും ഇളലമു ലജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. അവർ ജീവിതത്തിൽ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരാണ്. പക്ഷെ അവർക്ക് മാറാൻ എത്ര സന്ദർഭങ്ങളാണ്. അവർ നിൻ്റെ അടുക്കൽ വരുന്നു, അള്ളാഹുവോട് എന്നിട്ട് അവർ പ്രാർത്ഥിക്കണം, പാപമോചന പ്രാർത്ഥന. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. അപ്പോൾ ജനങ്ങൾ സ്വയം തെറ്റ് തിരുത്താൻ ആഗ്രഹത്തോടെ വരണം, അതൊരു ദൃഢനിശ്ചയമാകണം. എന്നിട്ട് അവർ അള്ളാഹുവോട് പശ്ചാത്തപിച്ച് മടങ്ങണം. അള്ളാഹുവിൻ്റെ റസൂൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ മുസ്ലിമുകൾ നിർവഹിക്കുന്ന ഏതാണ്ട് തത്തുല്യമായ ഒരു പ്രാർത്ഥനാ രീതിയാണ് നമ്മുടെ ജുമുഅ ഖുത്ബയുടെ ദുആ. അത് മുഴുവൻ മുസ്ലിമുകൾക്ക് വേണ്ടിയുമുള്ള പ്രാർത്ഥനയാണ്. അവരായിരിക്കുന്ന മുഴുവൻ ആളുകളും പ്രാർത്ഥനാ മനസ്സോടെ ഇരിക്കുന്നത്, അവർ പശ്ചാത്താപ മനസ്സോടെയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അതും ഇവിടെ വിവരിക്കുകയല്ലേ, അത് ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ്. വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, എല്ലാ വിശ്വാസികൾക്ക് വേണ്ടിയും പശ്ചാത്താപ പ്രാർത്ഥന നടത്തണം, എല്ലാ വിശ്വാസിനികളായ സ്ത്രീകൾക്ക് വേണ്ടിയും. അള്ളാഹു നിങ്ങളുടെ ചലന സ്ഥലവും നിങ്ങളുടെ വാസസ്ഥലവും അറിയും. മുത്തക്കല്ലബും അറിയും, മത്വാക്കും അറിയും. വാസസ്ഥലം നിങ്ങളുടെ എവിടെയാണ്, അതെന്താണ് സംഭവിക്കുക എന്നത് പടച്ചവനറിയാം. നിങ്ങളുടെ സൂക്ഷ്മമായ ചലനവും അള്ളാഹു അറിയുന്നവനാണ്. അതാണ് സൂറത്ത് മുഹമ്മദിലെ 19-ാമത്തെ ആയത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പന. അബൂ മൂസൽ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നൊരു ഹദീസ്, 2 ഹദീസ് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇമാം മുസ്ലിം രേഖപ്പെടുത്തുന്നൊരു ഹദീസിൽ അയ്യുഹന്നാസ് ഇസ്തഗ്ഫിറുല്ലാഹ വതൂബു ഇലൈഹി, അല്ലയോ മനുഷ്യരെ നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക, തൗബേ ചെയ്യുക. ഞാൻ അള്ളാഹുവിനോട് ഓരോ ദിവസവും കുല്ല യൗമിൻ 100 മറ 100 പ്രാവശ്യം പശ്ചാത്തപിക്കാറുണ്ട്. ഇപ്പോൾ ഫർള് ഓരോ നമസ്കാരം കഴിഞ്ഞാലും ആദ്യം പറയുന്ന വാക്ക് അസ്തഗ്ഫിറുല്ലാഹ് എന്നാണ്. അത് ഓരോരുത്തരും അവരവരുടെ സ്വകാര്യതയിൽ അള്ളാഹുവോടുള്ള പാപമോചന പ്രാർത്ഥനയാണ് അവർ വാക്ക്. അത് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 3 പ്രാവശ്യം വരെയും ആകാം. അങ്ങനെ പറയുന്നു, നബി അങ്ങനെയാണ് ചെയ്തത്. അബൂ മൂസൽ അശ്അരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്, ബുഖാരിയും മുസ്ലിമും രേഖപ്പെടുത്തിയതാണത്. അതിൽ നബിയുടെ ഒരു പ്രാർത്ഥനയുണ്ട്, ആ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖത്തിയത്തി വജഹ്ലി വഇസ്റാഫി ഫീ അംരി വമാ അൻത അഅലമു ബിഹി മിന്നി. അല്ലാഹുമ്മ ഗ്ഫിർ ലി ജിദ്ദി വഹസ്ലി വഖത്തീഇ വഅമദി വകുല്ലു ദാലിക ഇൻദി. അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അസ്റഫ്തു
ഒമാ അഇലൻതു ഒമാ അൻത അഇലമു ബിഹി മിന്നി ഇന്നക അൻതൽ മുഖദ്ദിമു വ അൻതൽ മുഅഖിറു വ അൻത അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇത് ബുഖാരിയിലും മുസ്ലിമിലും ചേർന്ന് ഉദ്ധരിച്ചൊരു ഹദീസാണ്. അതിൽ അള്ളാഹുവേ നീ എനിക്ക് എൻ്റെ ദോഷങ്ങളൊക്കെ പുറത്തു തരണം. ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട്. എല്ലാം വ്യക്തി സ്വകാര്യതയിൽ അവൻ്റെ ജീവിതത്തിൽ ഓർമ്മയുള്ളതും ഇല്ലാത്തതും അബദ്ധത്തിൽ സംഭവിച്ചതും സുബദ്ധത്തിൽ സംഭവിച്ചതും കരുതിക്കൂട്ടി ചെയ്തതും രഹസ്യമാക്കിയതും പരസ്യമാക്കിയതും ദുനിയാവിൻ്റെ മുകളിൽ ആരും അറിയാത്തത് വരെ ഇതൊക്കെ അവൻ്റെ റബ്ബിനോട് സ്വകാര്യമായി ഒരാൾ പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത അതാണ് അതിന് ഇത്രയധികം പ്രാധാന്യം വന്നത്. ഇതെല്ലാം നീ പുറത്തു തരണം. നീയാണ് മുന്നോട്ട് നയിക്കുന്നവനും പിന്നോട്ട് നയിക്കുന്നവനും. നീയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ നിന്ന നിലയിലൊന്നുമല്ല, ചിലപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകും, ചിലപ്പോൾ പുറകോട്ട് കൊണ്ടുപോകും. അതൊരുപാട് അർത്ഥ വിശകലനം ആവശ്യമുള്ള ഒരു രണ്ട് പദമാണ്. അത്തഹിയ്യാത്തിലും ആ വാക്കുണ്ട്, അന്തൽ മുഖദ്ദിമു വ അന്തൽ മുഅഖിറു ലാ ഇലാഹ ഇല്ലാ അൻത അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. അങ്ങനെയാണ് അത്തഹിയ്യാത്തിൽ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നേരെ മുന്നോട്ട് പോവും, ചിലപ്പോൾ പുറകോട്ട് പോവും, ചിലപ്പോൾ നിന്നെടുത്ത് നിൽക്കും. നട്ടപ്പോഴും ഒരു കൊട്ട, പറിച്ചപ്പോഴും ഒരു കൊട്ട. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു വസ്തുത. ഒരുപാട് കാര്യങ്ങൾ ആശയങ്ങളുള്ള ഒരു ഹദീസാണ് ഇത്. അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്തിരുന്നു എന്നാണ് അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ബുഖാരി മുസ്ലിമിൻ്റെ ഹദീസ്. അപ്പോൾ അങ്ങനെ ഒരവസ്ഥയിലാണ് റമളാനിലെ ഓരോ രാത്രിയും പകലും വിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹുവിനോടുള്ളൊരു പശ്ചാത്താപ മനസ്സുണ്ടാകണം. ഒരു വാക്കുകൂടി പറഞ്ഞാലേ തീരുള്ളൂ. അതുക്കിയയിൽ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്. ഈ തൗബ സുമ്മ തൂബു ഇലൈഹി എന്നാണല്ലോ ഖുർആൻ പറഞ്ഞതൊക്കെ. ഇസ്തിഗ്ഫാർ ചെയ്യണം, പിന്നെ എന്ത് ചെയ്യണം? അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ പോരാ, പിന്നെ നിങ്ങൾ മടങ്ങണം, നിന്നോടത്തിന്ന് മടങ്ങണമെന്ന്. താബ എന്ന് പറഞ്ഞാൽ മടങ്ങുക എന്നാണ്. എങ്ങോട്ടാണ് മടങ്ങേണ്ടത്? തെറ്റിൽ നിന്ന് ശരിയിലേക്ക്. അതുവരെയുള്ള ജീവിതത്തിൽ എന്താണോ തെറ്റ് അവിടെ വെച്ച് നിർത്തണം, എന്നിട്ട് ശരിയിലേക്ക് മടങ്ങണം. ഒരുപാട് ഉദാഹരണം പറയാം, അങ്ങനെ പറയേണ്ട സമയമല്ല ഇതിന്. ആ മടക്കം നിഷ്കളങ്കമായിരിക്കണം, നിശ്ചയദാർഢ്യമായിരിക്കണം. ഇനി എന്നെ കൊന്നാലും ഞാൻ അങ്ങോട്ട് തിരിച്ചു പോകില്ല എന്നൊരു ഉറപ്പ് വേണം. അതിന് അള്ളാഹു സഹായിക്കണം എന്ന ഓർമ്മ വേണം. ഇങ്ങനെ 5 ഷർത്തുകളിലുള്ള തൗബ മാത്രമേ ഇസ്ലാമിൽ തൗബയാവൂ. തൗബയ്ക്ക് 5 നിബന്ധനകളാണ് അദ്ദേഹം പറയുന്നത്, എണ്ണി പറയുന്നത്. അപ്പോൾ അതിൻ്റെ സമയമാണ്. പടച്ചവൻ നമ്മുടെ എല്ലാ ദോഷങ്ങളും പുറത്തു മാപ്പാക്കി തെരുമാറാകട്ടെ.